എല്ലാവർക്കും മിതാഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പർട്ടിക്കുലർ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നമ്മൾ മെലിയുന്നില്ല, അതുപോലെ തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഒരു ഫ്യൂ കിലോസ് കുറഞ്ഞിട്ട് പിന്നെ ബാക്കി എത്ര ശ്രമിച്ചിട്ടും കുറയുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് എങ്ങനെ പരിഹരിക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ചിലർ എത്ര ശ്രമിച്ചിട്ടും വണ്ണം കുറയാത്തതിൻ്റെ കാരണം ഒന്നാമതായിട്ട് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. രണ്ടാമതായിട്ട് ന്യൂട്രീഷണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ണം കുറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ചില ഫുഡ് അലർജീസ്, ഫുഡ് ഇൻടോളറൻസ് ഒക്കെ നമ്മളെ വണ്ണം വെപ്പിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ന്യൂട്രീഷണൽ ഇംബാലൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. കലോറി കുറച്ചിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മെലിയും. പൊതുവേ കണ്ടുവരുന്നത് കാൽസ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ ഒന്നും ബാലൻസ്ഡ് അല്ലാത്ത, സ്വന്തമായിട്ട് വെറുതെ കുറേ ഭക്ഷണം കുറച്ചതുകൊണ്ട് മാത്രം നമ്മൾ മെലിയുന്നില്ല. കുറേ ആൾക്കാർ അങ്ങനെ സ്വയമേ കുറേ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് മെലിയാൻ ശ്രമിക്കുമ്പോൾ അവർ മെലിയാറില്ല. അങ്ങനത്തെ കേസിൽ മിക്കവാറും കണ്ടുവരുന്നത് വൈറ്റമിൻ ഡി, കാൽസ്യം, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കലോറി കുറച്ചുള്ളത് ഫോളോ ചെയ്താൽ മതി. അടുത്തതായിട്ട് വരുന്നത് ഹോർമോണൽ ഇംബാലൻസ് മൂലം നമ്മൾ വണ്ണം വെക്കുക, വണ്ണം കുറയാനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോളിൻ്റെ ലെവൽ കൂടുതലായിട്ടിരിക്കുന്നത്. കോർട്ടിസോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോനാണ്. അത് നമ്മുടെ BP കൂടുതലായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ബെല്ലി ഫാറ്റ് കൂടുതലായിരിക്കും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, മസിൽ ലോസ് സംഭവിക്കും. അതുപോലെ അവർക്ക് പലപ്പോഴും ഷുഗറും ഹൈ ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കോർട്ടിസോൾ ലെവൽ കൂടുതലുള്ള ആൾക്കാർ അത് കുറയ്ക്കാൻ, സ്ട്രെസ്സ് കുറയ്ക്കാൻ യോഗ ചെയ്യുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ കോർട്ടിസോൾ സ്ട്രെസ്സൊക്കെ നമ്മുടെ അഡ്രീനൽ ഫാറ്റീഗിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ അത് തടയാനായിട്ട് ഒരു ഇഞ്ചിക്കിഴിയുടെ മെത്തേഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെയുള്ള കേസിൽ. അടുത്തതായിട്ട് എക്സസ് ഇൻസുലിൻ ഉള്ളവർക്ക്, അങ്ങനെയുള്ള കേസുകളുള്ള ആൾക്കാർക്കും ഓവർ വെയ്റ്റ് കൂടുതലായിട്ടും അവരിലും കണ്ടുവരുന്നുണ്ട്. കുറയാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇൻസുലിൻ ലെവൽ ഇംബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും ഫാറ്റ് സ്റ്റോറേജിൻ്റെ ലെവൽ കൂടും. അത് കുറയാനായിട്ട് നമ്മൾ ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ളവർ ഇൻസുലിൻ, ഫെറിറ്റിൻ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹീമോഗ്ലോബിൻ്റെ ലെവലും ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് തൈറോയിഡ് ഹോർമോണാണ്. തൈറോയിഡ് ഹോർമോൺ, അത് തൈറോയ്ഡ് ആക്ടിവിറ്റി ലോ ആയിട്ടുള്ള ആൾക്കാർക്കും സ്ട്രെസ്സ് കൂടുതലായിരിക്കും. ഗ്ലൂട്ടൻ ഇൻടോളറൻസ്, ടോക്സിൻ്റെ ഡിപ്പോസിറ്റ്സ് ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും അവർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരെപ്പോഴും അവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കൂടുതലായിട്ട് കഴിക്കേണ്ടത് അതിൽ ഉൾപ്പെടുത്തുക, ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ് പ്രോപ്പറായിട്ട് കഴിക്കുക. അതൊക്കെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ തൈറോയ്ഡ് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് അത്യാവശ്യം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഫുഡ് കൺട്രോൾ മാത്രമല്ല, അവർക്ക് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കി ആ ഹോർമോൺ ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും വണ്ണം കുറയാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് ഈ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ നോർമൽ രീതിയിലല്ലെങ്കിലും വെയിറ്റ് ഗെയിന് ചാൻസ് ഉണ്ട്. അത് ഈസ്ട്രജൻ ലെവൽ നോർമൽ അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാകുക, വജൈനൽ ഡ്രൈനെസ്, മെൻസ്ട്രുവൽ സൈക്കിൾ കുറഞ്ഞു പോവുക, ഹാർട്ട് പാൽപിറ്റേഷൻസ്, ഫാറ്റീഗ്, സ്ലീപ്ലെസ്നെസ്, മെനോപോസ്, നൈറ്റ് സ്വെറ്റ്സ്, ഹോട്ട് ഫ്ലാഷസ്, പുവർ മെമ്മറി എന്നതിനൊക്കെ കാരണമാവും. അതുപോലെ പ്രൊജസ്ട്രോൺ ലെവൽ കൂടിക്കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, അതുപോലെ ആ ഒപ്പം തന്നെ വരുന്ന ഒന്നാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുക. അപ്പോൾ ആ ഹോർമോൺ ലെവൽ ബാലൻസ് അല്ലാന്നുണ്ടെങ്കിലും, നമുക്ക് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ലെവൽ ബാലൻസ് അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ വണ്ണം വെക്കുന്നുണ്ട്. അതുപോലെ ആണുങ്ങളുടെ കേസിലാണെങ്കിൽ ലോ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വെയിറ്റ് ഗെയിന് കാരണമാവുന്നു. അടുത്തതായിട്ട് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ബാലൻസ് കുറവ്. ലെപ്റ്റിൻ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞു എന്ന് നമ്മളെ സെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. നമ്മൾ കൂടുതലായിട്ട് ഷുഗർ അടങ്ങിയ ആഹാരങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ലെപ്റ്റിൻ്റെ പ്രൊഡക്ഷന് വ്യത്യാസം വരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഫ്രക്ടോസ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ലിവറിലും ബെല്ലിയിലും ഒക്കെ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാറ്റ് സെൽസ് നമ്മൾ ലെപ്റ്റിൻ വീണ്ടും സെക്രീറ്റ് ചെയ്തിട്ട് നമ്മളെ കഴിക്കുന്നതിൽ നിന്ന് നമ്മളെ വയറ് നിറഞ്ഞു നമ്മളെ സെൻസ് ചെയ്യിപ്പിക്കുന്നത്. അത് നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. അതുപോലെ
എല്ലാ 2 മണിക്കൂറിന് ഇടവിട്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്തിരിക്കണം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കുന്നത് ആ ലെപ്റ്റിൻ്റെ ലെവൽ ബാലൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഒബേസിറ്റി ഉള്ള ആൾക്കാരിൽ ഒരു ലെപ്റ്റിൻ റെസിസ്റ്റൻസ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാറ്റ് സെൽസ് ലെപ്റ്റിനെ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും, അവർ ഓവർ ഈറ്റ് ചെയ്യും. അതുപോലെ തന്നെ കലോറീസ് ബേൺ ചെയ്യുന്നത് കുറവായിരിക്കും. അതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലെപ്റ്റിൻ പ്രൊഡക്ഷൻ നമ്മൾ വണ്ണം കുറയുന്നതിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അടുത്തതായിട്ടുള്ള ഒരു ഹോർമോണാണ് ഗ്രേലിൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹങ്കർ ഹോർമോൺ എന്നാണ് പറയുന്നത്. ഈ ഹോർമോണാണ് നമ്മുടെ വിശപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഫാറ്റ് ഡിപ്പോസിറ്റിനൊക്കെ സഹായിക്കുന്നത്. ഇത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഗ്രേലിൻ്റെ ലെവൽ കൂടി കഴിയുമ്പോഴത്തേക്കും അത് ഓവർ വെയ്റ്റിന് കാരണമാകുന്നു. ഇതും പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, 2-3 മണിക്കൂറിന് ഇടവിട്ട് ഭക്ഷണം കഴിക്കുക. അതായത് ദിവസം ഒരു 6 മീൽസെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് 20 മിനിറ്റ് മുൻപ് 1 കപ്പ് 1.5 കപ്പ് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുന്നത് ഈ ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്തതിന് നമ്മളെ സഹായിക്കും. കാലോറീസ് കൗണ്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്താലും ചിലർ മെലിയാത്തതിൻ്റെ മെയിൻ കാരണങ്ങൾ വരുന്നത് ഈ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടാണ്. അപ്പോൾ ആ ഹോർമോൺ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്ത് നമ്മളൊരു 5 കിലോ കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു 6 കിലോ കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്താൽ വണ്ണം കുറയാത്ത ഒരു കേസുണ്ട്. അതിനെ നമ്മൾ വെയിറ്റ് ലോസ് പ്ലേറ്റോ എന്ന് പറയുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒത്തിരി കേസുണ്ട്. ആൾക്കാർ ആ പ്രോപ്പർ ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു പർട്ടിക്കുലർ വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ മെലിയാത്ത അവസ്ഥ. അപ്പോൾ അത് ആ വെയിറ്റ് ലോസ് പ്ലേറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുക. ഒരു പ്രോപ്പർ ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കാർബോഹൈഡ്രേറ്റ് എമൗണ്ട് കുറച്ചാൽ മതി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കൂട്ടുക. പിന്നെ പ്രോപ്പറായിട്ട് ഡയറ്റിൽ പ്രോട്ടീൻ ഉണ്ടാവുക. അതായത് നമ്മൾ ഡയറ്റിൽ പ്രോട്ടീൻ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുന്നത് ഈ വെയിറ്റ് ലോസ് പ്ലേറ്റ് ബ്രേക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മുടെ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യുക, നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. ഇതൊക്കെ വെയിറ്റ് ലോസ് പ്ലേറ്റ് ബ്രേക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയറ്റും വർക്കൗട്ട്സും ഒക്കെ ചെയ്തിട്ടും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു പർട്ടിക്കുലർ വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ കുറയുന്നില്ലാത്തവരാണെങ്കിൽ ഈ വെയിറ്റ് ലോസ് പ്ലേറ്റ് ബ്രേക്ക് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്